നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. ഈ കോണർ ഗാലഹർ കോൺട്രാക്ട് തമാശകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി പോച്ചറ്റിനോനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തു. ഇനി കോണർ ഗാലഹറിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അത് പറയാൻ താല്പര്യമുള്ള ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല റൂമേഴ്സും കേൾക്കും കോണർ ഗാലഹറിനെ കുറിച്ച്. കാരണം ഇറ്റ്സ് എ ക്ലിക്ക് ബേറ്റ്. ഇന്ന് ഒരുപാട് മസാല കിട്ടുന്ന ഒരു വാർത്തയാണ് കോണർ ഗാലഹർ. അതാണ് മീഡിയ ട്രൈവ് ചെയ്യുന്നത്. ഏതൊരു ടോപ്പ് ടയർ ഷോസ് എടുത്താലും അത് റിപ്പീറ്റ് ചെയ്യില്ല. കുറച്ച് എനിക്ക് റെസ്പെക്ട് അവിടെ ഉള്ളത് ഫെബ്രിസിയോ റൊമാനോയുടെ അടുത്ത്. കാരണം പുള്ളിക്കാരൻ അനാവശ്യമായിട്ട് ട്വീറ്റ് ചെയ്യാറില്ല. പക്ഷെ ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരൻ അവസാനം കുരു പൊട്ടും. എത്രയാന്ന് ചോദിച്ചാൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുക. പുള്ളിക്കാരൻ ചിലപ്പോൾ ഇടയ്ക്ക് പറഞ്ഞു എന്ന് വരും. അല്ലാണ്ട് അനാവശ്യമായിട്ട് ട്വീറ്റ് ചെയ്ത് ആൾക്കാരെ കുറിച്ച് പറയുന്നതല്ല ഫെബ്രിസിയോ റൊമാനോന്റെ പൊതുവെ ഉള്ള ഒരു പണി. നൗ കോണർ ഗാലഹറിന്റെ സിറ്റുവേഷനും ബാക്കി നമുക്ക് ഇതിന് മുമ്പ് ഉണ്ടായ കോൺട്രാക്ട് സിറ്റുവേഷൻ പോലെയല്ല. ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോണർ ഗാലഹർ ഈസ് പോച്ചറ്റിനോസ് ഫേവറേറ്റ് പ്ലെയർ ആൻഡ് ചെൽസീസ് ബെസ്റ്റ് പ്ലെയർ ഓഫ് ദ സീസൺ. ഈവൻ പോച്ചറ്റിനോ വരെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു, എനിക്ക് എന്റെ പ്ലെയറിനെ കളിപ്പിക്കാനേ പറ്റുള്ളൂ. കോൺട്രാക്ട് സിറ്റുവേഷൻ ഇസ് ബിറ്റ്വീൻ ദ ക്ലബ് ആൻഡ് കോണർ ഗാലഹർ ഹാസ് എ ഫാന്റാസ്റ്റിക് റിലേഷൻഷിപ്പ് വിത്ത് പോച്ചറ്റിനോ. ക്യാപ്റ്റൻ ആണ്. ഹി ഈസ് ദ ക്യാപ്റ്റൻ ഓഫ് ചെൽസി ഫുട്ബോൾ ക്ലബ് ഓൺ ദ ഗ്രൗണ്ട്. റീസ് ജെയിംസ് ഇല്ലാത്തതിന്റെ ആബ്സെൻസിൽ ഹി ഈസ് ദ ക്യാപ്റ്റൻ. മാസീവ്. ഹി ഈസ് വെയറിംഗ് ദി ക്യാപ്റ്റൻ ആം ബാൻഡ്. താൻ ചെറുപ്പത്തിലെ കളിച്ചിരുന്ന ക്ലബിന്റെ സീനിയർ ടീമിന്റെ ആം ബാൻഡ് താൻ കെട്ടിക്കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ പ്രഷറിലല്ല. അടിപൊളി പെർഫോമൻസ്, നല്ല ഫോമിൽ നിൽക്കുകയാണ്. ഹി ഈസ് ഹാപ്പി അറ്റ് ചെൽസി. 18 മാസം ഉണ്ട് കോൺട്രാക്റ്റിൽ, അതായത് 1.5 വർഷം. അതായത് ഈ സമ്മർ അല്ല, അതിന്റെ അടുത്ത സമ്മറിലാണ് കോൺട്രാക്ട് എക്സ്പയർ ചെയ്യുന്നത്. പുള്ളിക്കാരന് ഒരു നിർബന്ധവുമില്ല ചെൽസി വിട്ടു പോകണം എന്നുള്ളത്. ഹി ഈസ് കംഫർട്ടബിൾ വിത്ത് ചെൽസി. ഹി ഈസ് കംഫർട്ടബിൾ വിത്ത് ചെൽസി. പോച്ച് ഈസ് കംഫർട്ടബിൾ വിത്ത് കോണർ. ദെയർ റിലേഷൻഷിപ്പ് ഇസ് ഫാന്റാസ്റ്റിക്. ഇനി അഥവാ ചെൽസിക്ക് ഒരു 100 മില്യൺ ബിഡ് വന്നു എന്ന് വിചാരിക്കട്ടെ. വളരെ ഒരു വൈൽഡ് എക്സാമ്പിൾ ഞാൻ പറയാണ്. ചെൽസിക്ക് ഒരു 100 മില്യൺ, ചെൽസി പൊട്ടന്മാരൊന്നും അല്ല. 35-40 മില്യൺ എന്നൊക്കെ പറയണത് വെറുതെ ഈ റിപ്പോർട്ട് ചെയ്യണവരുടെ ചെകളക്കുറ്റി പോകുകയാണ്. ചെൽസിക്ക് അറിയാം ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ എന്താന്നുള്ളത്. കണ്ട അണ്ടനും അണുകോടനും നമ്മൾ 70-75 മില്യൺ ഒക്കെ കൊടുക്കുമ്പോൾ ഇത്രയും പീക്കിൽ നിൽക്കുന്ന ഒരു കോണർ ഗാലഹറിന് മിനിമം ബിഡ് 75 താഴെ മില്യൺ ആണെന്നുണ്ടെങ്കിൽ ചെൽസി അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത് ഇച്ചിരി സാമാന്യം ബുദ്ധി ഉപയോഗിച്ച് അറിയാൻ പറ്റും. ഈ 35-40 മില്യൺ എന്ന് പറയുന്ന റിപ്പോർട്ടേഴ്സ് ഒക്കെ വെറുതെ എനിക്ക് ഇവന്മാരൊക്കെ തല്ലിക്കൊല്ലാനാണ് ഉദ്ദേശം വരുന്നത്. അത്രയ്ക്ക് വിവരമില്ലായ്മയാണോ നിങ്ങൾക്കുള്ളത്? എനിക്ക് അറിയാൻ മേലെ ചോദിക്കും. ഇച്ചിരിയെങ്കിലും ബുദ്ധി വെക്കണ്ടേ? ഇനി ഒരു 75 മില്യണിന് ഒരു ബിഡ് വന്നു എന്ന് വിചാരിക്കട്ടെ. വൈൽഡ് എക്സാമ്പിൾ ഞാൻ പറയാണ്. ചെൽസി ആ ബിഡ് അക്സെപ്റ്റ് ചെയ്തു. കോണർ ഗാലഹറിനോട് പറയാണ്, അതെ നിങ്ങൾക്ക് 75 മില്യൺ ബിഡ് വന്നു ഇന്ന ക്ലബിലേക്ക്. കോണർ ഗാലഹർ പറയാണ്, ഞാൻ പോവില്ല, ഐ എം ഹാപ്പി അറ്റ് ചെൽസി എന്ന് പറഞ്ഞാൽ ചെൽസി ബോർഡിന് ഒരു മണ്ണാങ്കട്ടയും ചെയ്യാൻ പറ്റില്ല. ചാലബയുടെ കേസാണ്. ചാലബ എന്താ ഫുൾഹമ്മിന്റെ ഏത് അവസാനം ഒരു ഡീൽ വന്നപ്പോഴത്തേക്കും ചാലബ പറഞ്ഞു ഞാൻ പോയില്ല എന്ന് പറഞ്ഞു. കാരണം കോൺട്രാക്ട് റൺ ഡൗൺ ചെയ്യാനുള്ള അധികാരം പ്ലേയേഴ്സിന്റെ കയ്യിലാണ്. അതാണ് ഈ 8 വർഷത്തെ കോൺട്രാക്ടും 7 വർഷത്തെ കോൺട്രാക്ടിന്റെ ഒക്കെ പ്രശ്നം. കാരണം പ്ലേയേഴ്സ് പോകുന്നില്ല എന്ന് തീരുമാനിച്ചാൽ പോകുന്നില്ല, അവിടെ തന്നെ നിൽക്കും. നമുക്ക് തന്നെയുണ്ട് എക്സാമ്പിൾ. ഓർമ്മയുണ്ടോ? ഡാനിയൽ ഡ്രിങ്ക് വാട്ടർ, ബെസ്റ്റ് പ്ലെയർ ഓഫ് ചെൽസി ഓഫ് ദ പ്രീ സീസൺ ഓഫ് ഇന്ത്യ ടുഡേ. അവൻ കോൺട്രാക്ട് റൺ ഡൗൺ ചെയ്തു. എത്ര പ്ലേയേഴ്സ് ആണ് കോൺട്രാക്ട് റൺ ഡൗൺ ചെയ്യുന്നത്? അപ്പൊ ഈവൻ ഒരു 100 മില്യൺ ബിഡ് വന്നാൽ പോലും കോണർ ഗാലഹറാണ് ഞാൻ പോവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവില്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ട് കോണർ ഗാലഹറിന്റെ മേലിലുള്ള ബിഡിനും കോൺട്രാക്ട് സിറ്റുവേഷനൊക്കെ വെറും മസാലയാണ്. കോണർ ഗാലഹർ ആൻഡ് ഹിസ് ടീം ഇസ് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ്. കാരണം അവർക്കറിയാം ഇപ്പോഴത്തെ ഫോം വെച്ചിട്ട് കോണർ ഗാലഹറിന് നല്ല മാർക്കറ്റ് ഓഫർ കിട്ടുന്നുള്ളത്. പോവാണെന്നുണ്ടെങ്കിൽ ഓക്കെ. പ്രഷർ ഇപ്പൊ ചെൽസി ബോർഡിന്റെ കയ്യിലാണ്. പന്ത് ചെൽസി ബോർഡിന്റെ കയ്യിലാണ്. അവര് വേണം തീരുമാനിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ആൻഡ് അവര് തീരുമാനിക്കുകയാണ് വിൽക്കണം എന്ന് തീരുമാനിച്ചാൽ കോണർ ഗാലഹർ പോല എന്ന് പറഞ്ഞാൽ പെട്ടു. അതുകൊണ്ട് കോൺട്രാക്ട് റിന്യൂവൽ മാത്രമാണ് ഒരു ഡിസ്കഷൻ എങ്കിൽ അവരത് ചെയ്തേ പറ്റൂ. അവർക്ക് വേറെ നിവൃത്തിയില്ല. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ 1 വർഷം കോൺട്രാക്ട് മുഴുവൻ റൺ ഡൗൺ ചെയ്യും. ആ റൺ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു. കാരണം ഇത്രയും കേപ്പബിളും ടാലന്റഡും ആയിട്ടുള്ള പ്ലെയറിനെ ഫ്രീ ആയിട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ചെൽസി ബോർഡിന്റെ മനസ്സിരിക്കുന്നത്. ഫ്രീ ആയിട്ട് പോകാനായിട്ട് ചെൽസി ബോർഡ് അത്രയ്ക്ക് പൊട്ടന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഡിസ്കഷനിലേക്ക് വരും. കോണർ ഗാലഹർ അവരുടെ ടീം എന്താണോ ആവശ്യപ്പെടുന്നത്, എനിക്ക് തോന്നുന്നു 150,000 പെർ വീക്ക് എന്താണ് ആവശ്യപ്പെടുന്നത്. ഒരു 4-5 ഇയേഴ്സ് കോൺട്രാക്ട് ആയിരിക്കും ആവശ്യപ്പെടുന്നത്. അവര് സൈൻ ചെയ്തേ പറ്റില്ല എന്നുണ്ടെങ്കിൽ കോണർ ഗാലഹർ പറയും മച്ചാനെ, കോണർ ഗാലഹർ അല്ല അവരുടെ ടീം പറയും യു ഡു വാട്ട് എവർ യു വാണ്ട്, ഞങ്ങൾ കോൺട്രാക്ട് റൺ ഡൗൺ ചെയ്യും, എന്നിട്ട് ഫ്രീ ഏജന്റ് ആയിട്ട് ഞങ്ങൾ തീരുമാനിക്കും എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ചെൽസി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഈ സമ്മർ അല്ല, അടുത്ത സമ്മറിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇനി നടുക്ക് വേറെ എന്തെങ്കിലും അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ
കോണർ ഗാലഹർ ആൻഡ് ഹിസ് ക്യാമ്പ് ഈസ് എൻ അബ്സല്യൂട്ട്ലി നോ പ്രഷർ. ഒരു പ്രഷറും ഇല്ല എവിടെ പോകാനുള്ളത്. പ്രഷറിന് എന്ത് ആവശ്യമുണ്ട്? ഹി ഈസ് വെരി കംഫർട്ടബിൾ വിത്ത് ചെൽസി. ഹി ഈസ് ക്യാപ്റ്റനിങ് ദ ടീം. ദ ബെസ്റ്റ് പ്ലെയർ ഓഫ് ദ സീസൺ. പോച്ചറ്റിനോന്റെ മോസ്റ്റ് പ്രിഫേർഡ് പ്ലെയർ. 100% ഗ്യാരണ്ടീഡ് സ്റ്റാർട്ട്. മച്ചാനെ ഞാൻ എവിടെയും പോകുന്നില്ല. ഐ എം റിയലി ഹാപ്പി. ഇനി ചെൽസി ബോർഡ് 100 മില്യൺ ബിഡ് കൊണ്ടുവന്നാലും കോണർ ഗാലഹർ തീരുമാനിക്കണം പോണോ വേണ്ടയോ എന്നുള്ളത്. അതുകൊണ്ട് ബാക്കി എന്ത് ന്യൂസ് കേട്ടാലും വെറും മസാലയാണെന്നുള്ളത് മാത്രം വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അൺലെസ് അൺടിൽ വെരി കോൺക്രീറ്റ് കോണർ ഗാലഹറിന്റെ ക്യാമ്പ് ഇസ് ഇൻട്രസ്റ്റഡ് ടു മൂവ് എന്നുള്ള വാർത്ത കേൾക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ അതിന് തിരിക്കുന്നു. ഈവൻ 100 മില്യൺ ബിഡ് വന്നാൽ പോലും ഞാൻ മൈൻഡ് ആകാൻ പോകുന്നില്ല. ദാറ്റ്സ് അബൌട്ട് കോണർ ഗാലഹർ. കുറച്ച് ട്രാൻസ്ഫർ വിൻഡോയിൽ കുറച്ച് വിവരത്തോടെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി എൻ ഈസി ഡീൽ എന്നുള്ള രീതിയിൽ. ഇനി ടോട്ടനാം വന്നു, മറ്റേത് വന്നു, ടോട്ടനാം 100 മില്യൺ ബിഡൊന്നും ഇടാൻ പോയാലും കോണർ ഗാലഹർ പറയാണ്ട് ഒരു മണ്ണങ്കട്ടയും ചെയ്യാൻ പോകുന്നില്ല. FFPയോ KFFPയോ കോണർ ഗാലഹറിന് അതൊരു പ്രശ്നമല്ല. ഹി വിൽ ഡിസൈഡ് വേർ ഹി വാണ്ട്സ് ടു ഗോ. ഇനി അഥവാ ഇപ്പൊ ചാലബയുടെ കേസാണെങ്കിൽ ചാലബ ജാനുവരി പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഇയാൻ മാഡിസൺ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതൊരു ഡിഫറൻസ് സിനാരിയോ. കാരണം ചാലബയ്ക്ക് ഗെയിം ടൈം കിട്ടുന്നില്ല എന്ന് ഉറപ്പാണ്, ഇയാൻ മാഡിസണും ഗെയിം ടൈം കിട്ടുന്നില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ട് അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നറിയാം. കോണർ ഗാലഹറിന് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. റെഗുലർ, അതായത് സെക്കൻഡ് ഹയസ്റ്റ് ഔട്ട്ഫീൽഡ് പ്ലെയർ ആഫ്റ്റർ ഡിസാസി ഫോർ ഓൾ ഗെയിംസ്. പ്രീമിയർ ലീഗ് അല്ല, എല്ലാ മത്സരം കൂടെ. ദാറ്റ് ഇസ് കോണർ ഗാലഹർ. എന്നിട്ട് പുള്ളിക്കാരന് പോകണമെന്ന് വാശി പിടിക്കുക എന്നുള്ള ഒരു ആവശ്യമില്ല. പ്രഷർ ഇസ് ഓൺ ചെൽസി ബോർഡ്. ചെൽസി ബോർഡ് ഒരു തീരുമാനം എടുക്കണം. ദേ ഹാവ് ടു ഓഫർ. അവർക്ക് വേറൊരു നിവൃത്തിയില്ല. ദേ ഹാവ് ടു ഓഫർ എ ന്യൂ കോൺട്രാക്ട് ഡിസ്കഷൻ. വേറൊരു നിവൃത്തിയില്ല. അവർക്ക് പുഷ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇയാൻ മാഡിസൺ അവർക്ക് പുഷ് ഓഫ് ചെയ്യാം, കാരണം ഇയാൻ മാഡിസൺ ഗെയിം ടൈം ഇല്ല. അപ്പൊ അവൻ സ്വാഭാവികമായിട്ട് അവനും താല്പര്യപ്പെടും, എനിക്ക് പോകണം എന്നുള്ളത് താല്പര്യപ്പെടും. കോണർ ഗാലഹറിന്റെ സിറ്റുവേഷൻ അവിടെയല്ല. Chelsea board is under pressure. Hopefully that is clarified. Do let me know, guys, your thoughts in the comment section. Thank you so much for watching. Signing off, SK from Chelsea Karan.